ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലസ് ടു സോഷ്യോളജിയിലെ പാർട്ട് സെക്കൻഡിലെ 5ാമത്തെ പാഠം അഥവാ 11ാമത്തെ സോഷ്യോളജിയിലെ 11ാമത്തെ പാഠമായിട്ടുള്ള ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും. നമ്മൾ തൊട്ട് മുമ്പത്തെ പാഠം ഗ്രാമീണ സമൂഹത്തിലെ മാറ്റങ്ങളാണെങ്കിൽ ഇത് അർബണൈസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പാഠത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. വ്യാവസായിക സമൂഹത്തിൻ്റെ ബിംബങ്ങൾ, നഗരവൽക്കരണം, മുഖാമുഖ ബന്ധങ്ങളുടെ അഭാവം, തൊഴിൽ വിഭജനം, അന്യവൽക്കരണം, എന്താണ് അലൈനേഷൻ എന്നൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സംഘടിത മേഖലകൾ എന്തൊക്കെ, ഓർഗനൈസ്ഡ് സെക്ടർ എന്തൊക്കെ, അസംഘടിത മേഖലകൾ എന്തൊക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നോക്കിയിട്ട് പോവുക. സംഘടിത എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടാവും, സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് താരതമ്യപ്പെടുത്തി എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യവസായവൽക്കരണം, നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണത്തെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നുള്ള വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനം എന്നുള്ള പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം റിവിഷനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ്. 12ാമത്തെ പാഠമാണ്. അപ്പോൾ പൊരുത്ത സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്ലാർക്കറാണ്. അതുപോലെ തന്നെ യന്ത്രങ്ങളുടെ ഉപയോഗം മൂലം തൊഴിലാളികളുടെ വൈദഗ്ധ്യത്തെ ഇല്ലാതാക്കുമെന്ന് വാദിച്ചത് ഹാരി ബ്രോവർമാൻ ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതായത് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന ആശയം വികസിപ്പിച്ചെടുത്തുള്ളത് ഫെഡറിക് വിൻസ്ലോ ടൈലറാണ്, FW ടൈലർ. ദെൻ 1982 ബോംബെ ടെക്സ്റ്റൈൽ സമ്മേളനം നയിച്ചത് ഡോക്ടർ ദത്ത സമന്താണ്. അതുപോലെ തന്നെ അന്യവൽക്കരണം എന്ന അലൈനൈസേഷൻ എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത് കാൾ മാക്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓൺവേഡ് ക്വസ്റ്റ്യൻസുകൾ ഉള്ളത്. ദെൻ ഇതിന് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വ്യവസായ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നഗരവൽക്കരണം ഉണ്ടായിരിക്കും. നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമങ്ങൾ പോലും നഗരമായി മാറുന്ന പ്രക്രിയയ്ക്കാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുഖാമുഖ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല, ഗ്രാമങ്ങളിലെ പോലെയുള്ള മുഖാമുഖ ബന്ധങ്ങൾ നിൽക്കുന്നില്ല, തൊഴിൽ വിഭജനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ 8ാമത്തെ ചോദ്യം, സംഘടിത അസംഘടിത മേഖലയിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് ആണ് ചോദിച്ചിട്ടുള്ളത്. സംഘടിത മേഖല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, 10ഓ അതിലധികമോ ആളുകൾ വർഷം മുഴുവനും പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നു. ഇവ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിലെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. എന്നാൽ അസംഘടിത മേഖല എന്ന് പറഞ്ഞാൽ 10 പേരിൽ താഴെയുള്ള സ്ഥാപനങ്ങളാണ്. ഇവ ഗവൺമെൻറ് രജിസ്ട്രേഷൻ ചെയ്യാത്ത സ്ഥാപനങ്ങളാണ്. ഇവിടെ തൊഴിലാളികൾക്ക് സുരക്ഷയും മറ്റു ആനുകൂല്യവും ഉണ്ടായിരിക്കണമെന്നില്ല. സംഘടിത മേഖലയുടെ ചെറിയ വലുപ്പം നൽകുന്ന സാമൂഹിക സൂചനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെല്ലാം? സംഘടിത മേഖലയുടെ ചെറിയ വലുപ്പം നൽകുന്ന സാമൂഹിക സൂചനകൾ ഏതെല്ലാം? വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനുള്ള പരിചയം വളരെ കുറച്ച് ആൾക്കാർക്ക് ഇന്ത്യയിലുള്ളൂ. അതായത് സുരക്ഷിതം മെച്ചപ്പെട്ട ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ച് ഇന്ത്യക്കാർക്കേ ഉള്ളൂ. കുറഞ്ഞ ഇന്ത്യക്കാർക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ട ജോലിയും നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. തൊഴിലാളികൾ കുറച്ചു പേർ മാത്രമേ തൊഴിൽ യൂണിയനുകളിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ തൊഴിലാളി യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നത് കുറച്ച് തൊഴിലാളികളെ മാത്രമേ ഉള്ളൂ എന്നാണ്. ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാൽ എന്താ? നേരത്തെ ചോദിച്ചാണ്. ഉദാരവൽക്കരണം 1990 1990കളിൽ ഉണ്ടായിട്ടുള്ള ലിബറലൈസേഷൻ, ദെൻ പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികൾ ഗവൺമെൻറ് സ്വകാര്യ കമ്പനികൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയ പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപവ്യവസായവൽക്കരണം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ? മിക്ക കമ്പനികളും ഇന്ന് കരാർ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ചെറു കമ്പനികളെ ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് സ്വകാര്യ മേഖലയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദെൻ ജനങ്ങൾ എങ്ങനെയാണ് ജോലികൾ കണ്ടെത്തുന്നത്? ഇപ്പോൾ ജോലികൾ കണ്ടെത്തുന്നത് സാധാരണഗതിയിൽ ദിനപത്രത്തിൽ ഉള്ള പരസ്യങ്ങൾ വഴി, അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നത്, ഫാക്ടറി തൊഴിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? തൊഴിലാളികൾ
അതന്നെ. ഓക്കെ. ബദൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകര ജോലിക്കാർ എന്ന് പറഞ്ഞാൽ അവധിയിലുള്ള സ്ഥിരം ജോലിക്കാർക്ക് പകരം നിയമിക്കുന്നവരാണ് പകരം ജോലിക്കാർ. ഇവർ കമ്പനികളിൽ വർഷങ്ങളോളം പണിയെടുക്കുന്നു എങ്കിലും അവരെ സ്ഥിരപ്പെടുത്താനോ മറ്റു ആനുകൂല്യം നൽകുകയോ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നിലവിലുള്ള ജോലിക്കാർ വിദേശത്തേക്ക് പോവുകയോ ലീവ് എടുത്ത് പോവുകയോ അവർക്ക് പകരമായിട്ട് ടെമ്പററി ആയിട്ട് ആൾക്കാരെ നിയമിക്കുന്നു, പക്ഷെ അവരെ എന്ത് ചെയ്യുന്നില്ല, സ്ഥിരപ്പെടുത്തുകയോ ആനുകൂല്യങ്ങൾ നൽകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദെൻ കരാർ ജോലിക്കാർ, കോൺട്രാക്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഫാക്ടറികളിൽ അവധി എടുക്കുന്ന സ്ഥിരം ജോലിക്കാർക്ക് പകരം താൽക്കാലിക ജോലിക്കാരെ നിയമിക്കുന്ന ആൾക്കാരെയാണ് കരാർ ജോലിക്കാർ എന്ന് പറയുന്നത്. ദെൻ ടൈലറിസം അഥവാ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ആശയം വിശദമാക്കുക എന്നാണ് അടുത്തൊരു ചോദ്യം. ദെൻ ഫാക്ടറികളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുള്ള ശാസ്ത്രീയ മാർഗമാണിത്. ഫെഡറിക് വിൻസ്ലോ ടൈലർ 1890 ഇത് വികസിപ്പിച്ചെടുത്തത്. ഒരു സ്ഥാപനത്തിലെ ജോലി തൊഴിലാളികൾക്ക് വിഭജിച്ചു കൊടുക്കുന്നു. സ്റ്റോപ്പ് വാച്ചിന്റെ സഹായത്തോടെ തൊഴിലാളികളുടെ ജോലി സമയം ചിട്ടപ്പെടുത്തുകയും ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട തൊഴിൽ അല്ലെങ്കിൽ ജോലി എന്തൊക്കെയെന്ന് തീരുമാനിക്കുന്നു. അപ്പം അന്ന് എന്തൊക്കെ ജോലികൾ ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അസംബ്ലി ലൈൻ സമ്പ്രദായം കൊണ്ടുവന്നു. ഈ പ്രക്രിയ മൂലം കമ്പനികളിൽ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെലവ് ചുരുക്കിക്കൊണ്ട് നല്ല ലാഭം നേടാൻ മാനേജ്മെന്റിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ടൈലറിസം എന്നുള്ളത്. IT മേഖലയിലെ സമയാടിമത്തം എന്ന ആശയം വിശദമാക്കുക. IT കമ്പനിയിൽ ജോലി സമയം 10-12 മണിക്കൂറാണ്. കൃത്യസമയത്ത് പ്രൊജക്റ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഓഫീസിൽ രാത്രി താമസിച്ച് ജോലി ചെയ്യേണ്ടി വരും. ഇതിനെയാണ് നൈറ്റ് ഔട്ട് എന്ന് പറയുന്നത്. കൃത്യസമയത്ത് പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്ന ഇതിനെയാണ് സമയാടിമത്തം എന്ന് പറയുന്നത്. എന്താണ് ഫ്ലെക്സി ടൈം? ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞാൽ പ്രവർത്തന സമയം തൊഴിലാളികൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിശ്ചിത സമയത്ത് പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിനെയാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ ഫ്ലെക്സി ടൈം എന്ന് പറയുന്നത്. ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിന്റെ പ്രാധാന്യം. ഗാർഹിക തൊഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ്. കസവ് സാരി അതുപോലെ തന്നെ ചിത്രപ്പണി ചെയ്യുന്ന പട്ടുസാരികൾ മറ്റും, അതുപോലെ തന്നെ ബീഡി, ചന്ദനത്തിരി തുടങ്ങിയ ഇവയെല്ലാം ഈ ഗാർഹിക തൊഴിലിൽ ഉൾപ്പെടുന്നു. ഇത്തരം ജോലികൾ ചെയ്യാൻ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അവർക്കൊരു വരുമാനമായിട്ടുള്ള ഇവ നിർമ്മിക്കുക എന്നുള്ളത് വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഏജന്റുമാർ കൊടുക്കും. വീട്ടിലെത്തുകയും ജോലി പൂർത്തിയാക്കുമ്പോൾ ഒരു നിശ്ചിത നിരക്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇതിലും ചൂഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ട്രേഡ് യൂണിയനുകളുടെ പ്രാധാന്യമാണ് അടുത്ത് വിശദമാക്കാനുള്ളത്. ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുമാണ് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ജാതീയത, പ്രാദേശികത തുടങ്ങിയ പ്രശ്നങ്ങളെ അവ നേരിടുന്നു. തൊഴിൽ സാഹചര്യം കഠിനമാകുമ്പോൾ ജോലി ബഹിഷ്കരിക്കാനും പണിമുടക്കുകയും ചെയ്യുന്നു. സമരങ്ങൾ മാനേജ്മെന്റിനെ അടിച്ചമർത്തുകയും ലോക്കൗട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ അവരുടെ സമരങ്ങളൊക്കെ നടത്താറുണ്ട്. ചില സമരങ്ങൾ വിജയിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. നന്നായിട്ട് നോക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.